കഴിഞ്ഞ ദിവസം വളരെ മാതൃകാപരമായ ഒരു വിധി പ്രസ്താവന നടത്തി മദ്രാസ് ഹൈക്കോടതി ജഡ്ജ്. അതായത് ഗോവധം സമ്പൂർണ്ണമായി തമിഴ്നാട്ടിൽ നിരോധിച്ചുകൊണ്ടാണ് വിധി വന്നത്. ഞാൻ ആ വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രമല്ല, സുപ്രീം കോടതി തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് ഗോവധം കൃത്യമായി നിരോധിക്കണം. ഈ രാജ്യത്ത് ഒരു പശുവിനെ പോലും ഇനി അറുക്കാനേ പാടില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ അമിത്ഷയും അതുപോലെ തന്നെ മോഡിജിയും ഒക്കെ നേതൃത്വം നൽകുന്ന രാജ്യത്ത് ഗോസംരക്ഷണ സേനയും ഗോമാതാക്കളുടെ സംരക്ഷണ ഫോറവും അതിനുവേണ്ടിയുള്ള പ്രതിരോധ സേനയും ഒക്കെ ഉള്ളപ്പോൾ ഇത് വളരെ വളരെ ഈസിയായി സാധിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഒരൊറ്റ പശുവിനെയും അറുക്കാൻ പാടില്ല. അങ്ങനെ അറുത്താൽ അത് വളരെ ഗുരുതരമായ കുറ്റകൃത്യമാക്കി മാറ്റി നിയമം കൊണ്ടുവന്ന് വേണമെങ്കിൽ നമ്മുടെ അർഷദ് മദനി പറഞ്ഞതുപോലെ ഇതിനെ ഒരു ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച് ഇതിനെ തടയേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അത് നടപ്പിലാക്കുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നടപ്പിലാക്കുമ്പോൾ ഇനി പറയുന്ന ചില കാര്യങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തിയാൽ ഇത് വളരെ വേഗം നടപ്പിലാകാം. ഒന്ന്, ചെറുകിട നാമമാത്ര കർഷകർ എന്ന് പറയുന്ന ഒരു വലിയ ജനവിഭാഗം, അത് പ്രധാനമായും OBCയിൽ വരുന്നവരാണ്. ഈ OBC വിഭാഗത്തിൽ വരുന്ന മുസ്ലിങ്ങളില്ല കേട്ടോ, അതിൽ വരുന്നവരാണ് മഹാഭൂരിപക്ഷം പേരും. അവരാണ് പശു വളർത്തലിന് മുന്നിലുള്ളവർ. അവർക്ക് ഒരു ഉപജീവന മാർഗമാണ് ഈ സംഗതി. അതുകൊണ്ട് ഇങ്ങനെ പശു വളർത്തുന്നവർ അവർ വിൽപ്പനയ്ക്ക് എങ്ങും കൊണ്ടുപോയി അറവുകാരായ അഹിന്ദുക്കൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വിൽക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് ഒരു ന്യായവില ഫിക്സ് ചെയ്ത് ഈ പശുക്കളെ സർക്കാർ വാങ്ങി പറ്റുമെങ്കിൽ സംഘപരിവാറിൻ്റെ ഈ ഘോരസംരക്ഷണ ഏജൻസികളെ ഏൽപ്പിച്ച് ഇന്ന് മനുഷ്യർക്കൊക്കെ ആശ്രമങ്ങൾ ഉള്ളതുപോലെ ഒരു സംഗതി സെറ്റ് ചെയ്താൽ ഇത് പരിഹരിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം നമ്മളിതിൽ കാണേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ പറയുന്ന ഭൂരഹിത കർഷകരാണ്. അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വന്തമായി സ്ഥലമില്ലാത്ത ഭൂരഹിതരായ കർഷകർ ഈ കന്നുകാലി വളർത്തൽ ഒരു പ്രധാന ഉപജീവന മാർഗമായി ചെയ്യുന്നുണ്ട്. കാരണം 5 സെൻറ്റ് ഉണ്ടെങ്കിലും അതിലെ 1 സെൻറ്റിൽ 3-4 പശുക്കളെ വളർത്തി അതിനെ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ എടുത്ത് പാലുൽപാദനം വർദ്ധിപ്പിച്ച് അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ ധവള വിപ്ലവം ഒക്കെ നടന്ന നമ്മുടെ അമുൽ കുര്യൻ സാറ് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന ധവള വിപ്ലവ കാലത്തൊക്കെ ഈ സംഗതി വളരെ ഗൗരവമായി നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഭൂമിയില്ലാത്ത ഭൂരഹിത തൊഴിലാളികൾ അഥവാ കർഷകർ അഥവാ അങ്ങനെയുള്ള ആളുകൾ അവർക്കൊരു സഹായം എത്തിക്കുന്നതിനുള്ള പദ്ധതി സർക്കാർ നിർവഹിച്ച് അത് ഫലപ്രദമായി നടപ്പിലാക്കിയാൽ അവർക്ക് സാധ്യമാവും. പിന്നെ ഭൂമിയില്ലാത്ത തൊഴിലാളികൾ, മറ്റേത് ഭൂമിയില്ലാത്ത കർഷകരാണ് ഈ ജീവിക്കുന്നത്. ഇത് തൊഴിലാളികളുണ്ട്, ധാരാളം തൊഴിലാളികൾ ഈ വളർത്തലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ വ്യത്യസ്തങ്ങളായ കണക്കുകളും ലഭ്യമാണ്. അതിലേതാണ്ട് ഒരു 75-80% ആളുകളും മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കും സവിശേഷമായ, നിങ്ങൾ ഓർക്കേണ്ടത് ഈ സ്കീമുകളൊന്നും ഒറ്റ പൈസ പോലും ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയേ വേണ്ട. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ സനാതന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ദേശീയതയുടെ ഭാഗമായുള്ള ഇവർക്ക് നൽകിയാൽ മതിയാവുന്നതാണ്. പിന്നെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. ഞാൻ നേരത്തെ OBC എന്നൊക്കെ പറഞ്ഞില്ലേ, അവരും ഇതിൻ്റെ വളർത്തലും ഇതിൻ്റെ പരിപാലനവുമൊക്കെയായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അതിനും ഒരു പരിഹാരം കോടതികൾ തന്നെ ഇടപെട്ട് നിർദ്ദേശിച്ച് ഒരു ഏർപ്പാടുണ്ടാക്കേണ്ടതാണ്. പിന്നെ ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് സ്ത്രീകളാണ്. കാരണം ഈ കന്നുകാലി വളർത്തലുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരുടെ ഒരു സ്ത്രീ ശാക്തീകരണം, നാരി ബെടാവോ ബേഡി പടാവോ എന്നൊക്കെ പറയുന്ന പോലെ ഇത് നാരി പടപടപടാവോ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടാക്കി അവർക്കും ഒരു ആനുകൂല്യം കൊടുക്കുന്ന തരത്തിലേക്ക് എത്തിച്ച് ഈ പശുക്കളെ ഒക്കെ ക്രമീകരിക്കാനുള്ള ഏർപ്പാട് ചെയ്യേണ്ടതാണ്. 4-5 പ്രസവം കഴിഞ്ഞാൽ പിന്നെ ഈ പശുവിനെ വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭമാണ് ഇവർ വളരെ അമിതമായി എടുത്ത് പല കുഴപ്പങ്ങളും കാണിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഇതിനെയെല്ലാം നമ്മൾ വാങ്ങിക്കണം. അതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗത്തിൽ പരിഹരിക്കാൻ സൗകര്യമാണ്. സാധാരണ വൻകിട കേന്ദ്രീകൃത ഫാക്ടറികൾ പോലെ അല്ലാതെ വികേന്ദ്രീകൃത സ്വഭാവത്തിലുള്ളതായതുകൊണ്ട് അതാത് മേഖലകളിലെ സംഘപരിവാർ പ്രവർത്തകരെ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ച് ഒരു കാരണവശാലും ഈ പശുക്കളെ മുസ്ലിങ്ങളായ ആളുകൾ വാങ്ങരുത് എന്ന ഒരു ഉറപ്പാക്കിയാൽ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ
പൂർണ്ണമായി അവസാനിച്ച് ഇല്ലാതായിത്തീരും. ഇതുകൂടാതെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്തരം പശുക്കളെ ഏതെങ്കിലും അറവുശാലകൾക്ക് നൽകുന്നതും അങ്ങ് നിർത്തിവെക്കണം. അങ്ങനെ നിർത്തിവെച്ചാൽ ഈ പറഞ്ഞ കയറ്റുമതി രംഗത്തേക്ക് ഗോമാതാവിനെ ഇത് വെട്ടി പല അറബ് രാജ്യങ്ങളിലേക്കും നസ്രാണികളുടെ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നതും അങ്ങ് ഇല്ലാതാവും. ഗോമാതാവ് ധന്യമാകും ഈ രാജ്യത്തെന്ന് മാത്രമല്ല, അതിനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർ എല്ലാവരും ഇല്ലാതാവും. എന്ന് പറയുമ്പോഴും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അറവ്, വിൽപ്പന, തുകൽ തുടങ്ങിയ മേഖലകളിൽ കുറേ മുസ്ലിങ്ങൾ പണിയെടുക്കുന്നുണ്ട്. ആ മുസ്ലിങ്ങളായ വ്യാപാരികൾ മുഴുവൻ പട്ടിണി കിടന്നങ്ങ് ചത്തുപോട്ടെ, അങ്ങ് ഒടുക്കലത്തെ കച്ചവടം പോലെ അവന്മാരങ്ങ് ഇല്ലാതാകട്ടെ. എന്നാലും വേണ്ടില്ല, ഈ പറഞ്ഞ ഗോമാതാവിനെ ഒരു കാരണവശാലും തൊടാൻ അനുവദിക്കരുത് എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. എന്ന് മാത്രമല്ല, ഒരു 10-70-80% ഇന്ത്യയിലെ ഹിന്ദുക്കൾ മാംസഭുക്കുകളാണ്, അല്ലെങ്കിൽ മിശ്ര ഭുക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രോട്ടീൻ ആവശ്യങ്ങളൊക്കെയും അധികവും ബീഫിൽ നിന്നാണ് സാധിക്കുന്നതെന്ന് നാഷണൽ ഹെൽത്ത് സർവേ ഒക്കെ പറയുന്നുണ്ട്. ആ ഹെൽത്ത് സർവേ തിരുത്തിയതിന് ശേഷം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് ചെയ്ത് നമുക്കിതിന് പകരം ഈ പറയുന്ന ഗോമാതാവിൻ്റെ ഇറച്ചി കഴിച്ചുള്ള പ്രോട്ടീൻ ഉൽപ്പാദനത്തിന് പകരമുള്ള കൃത്രിമ പ്രോട്ടീനുകൾ അദാനിയോടോ അംബാനിയോടോ പറഞ്ഞ് വിപണിയിൽ ഇറക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം പിടുത്ത സ്വാമി ഉണ്ടല്ലോ, യോഗ അമൃതാനന്ദമയി, എന്തോ അയാളുടെ പേര്, യോഗി ആദിത്യനല്ല, ശ്വാസം പിടുത്ത സ്വാമി, ജയിലിലൊക്കെ കിടന്ന് നമ്മുടെ ശ്വാസം പിടുത്ത സ്വാമി ഉണ്ടല്ലോ, കൈയൊക്കെ ഞണ്ട് പോലെ വളച്ച് പുറകെ കൊണ്ടുവച്ച് കെട്ടിപ്പൂട്ടി കിടക്കുന്ന, സുപ്രീം കോടതി എടുത്ത് വാരി ഇടയ്ക്കിടയ്ക്ക് നിലത്തടിച്ചില്ലേ കോവിഡ് സമയത്തൊക്കെ ഉണ്ടാക്കി വിട്ട മറ്റേ കള്ളസ്വാമി. ആ കള്ളസ്വാമിക്ക് ഈ പറഞ്ഞതുപോലെ പ്രോട്ടീൻ്റെ സംഗതികൾ കൂടി ഏൽപ്പിച്ചാൽ ഗോമാതാവിൻ്റെ ജീവിതം ധന്യമാകും. അതുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ചെയ്തതുപോലെ തന്നെ സുപ്രീം കോടതി ഒരു സ്പെഷ്യൽ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ മുഴുവൻ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളോടുകൂടി സമ്പൂർണമായി ഈ രാജ്യത്ത് ഗോവധം നിരോധിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അടിയന്തരമായി അതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതികളോടും ഈ ഗോസംരക്ഷണ സേനയിലെ പ്രവർത്തകരോടും അതിൻ്റെ ആരാധകരോടും അതിൻ്റെ പ്രണയിതാക്കളോടുമെല്ലാം ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.